ഗണേശനെ പിണക്കിയാൽ അദ്ദേഹം എന്തു ചെയ്യുമെന്ന് പിണറായിക്ക് നന്നായി തന്നെ അറിയാം. സത്യത്തിൽ ഗണേശനെ പിണറായിക്ക് ഭയമാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. സംസ്ഥാനത്തെ ക്യാമറകൾ ഉടൻ മിഴിയടയ്ക്കുമെന്നാണ് മറ്റൊരു റിപ്പോർട്ട്. ആയിരക്കണക്കിന് രൂപ നാട്ടുകാർക്ക് പിഴ അടച്ചിട്ടും ആരും പണം അടയ്ക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. അടച്ച പണം സർക്കാർ മറിച്ചു. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ എന്ന സ്ഥാപനം പോലെ പൂട്ടിപ്പോകാൻ മനസ്സില്ല എന്നാണ് കെൽട്രോണിന്റെ നിലപാട്. അതിനാൽ എത്രയും വേഗം പണം തന്നില്ലെങ്കിൽ ക്യാമറകളുടെ പ്രവർത്തനം നിർത്തലാക്കും എന്നതാണ് കെൽട്രോണിന്റെ ഭീഷണി. AI ക്യാമറകൾ സ്ഥാപിച്ചതിലും പണം ലഭിച്ചില്ല എങ്കിൽ ഇനി കൺട്രോൾ റൂമുകളുമായി മുന്നോട്ട് പോകാനാകില്ല എന്ന് കഴിഞ്ഞ ദിവസമാണ് കെൽട്രോൺ അറിയിച്ചത്. ക്യാമറകൾ സ്ഥാപിച്ചതിലെ ആദ്യ ഗഡു പോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കെൽട്രോൺ സർക്കാരിനെ കടുത്ത നിലപാട് അറിയിച്ചത്. നിലവിൽ ഒരു മാസം 1 കോടി രൂപ സ്വന്തം നിലയ്ക്ക് കെൽട്രോൺ ചെലവഴിച്ചാണ് പദ്ധതി നടത്തിവരുന്നത്. കൊട്ടിഘോഷിച്ച റോഡിൽ പുതിയ ക്യാമറകൾ വെച്ചിട്ട് 6 മാസമായി. എന്നാൽ ആദ്യ ഗഡു പോലും കിട്ടിയില്ല എന്ന് കെൽട്രോൺ പറയുന്നു. ഗണേശൻ വന്നാൽ അത് കിട്ടാൻ ഒരു സാധ്യതയുമില്ല. ഇതുവരെ 100 കോടിയുടെ ചെലവാണ് പിഴ ഇനത്തിൽ 14 ജില്ലയിൽ നിന്നും കെൽട്രോൺ നൽകിയത്. 33 കോടി രൂപ പിഴയായി കഴിഞ്ഞ ആഴ്ച വരെ ഖജനാവിലെത്തി. 232 കോടി രൂപയായിരുന്നു കെൽട്രോണിന്റെ ചെലവ്. തവണകളായി സർക്കാർ കെൽട്രോണിന് നൽകുമെന്നായിരുന്നു ധാരണാപത്രം. 3 മാസത്തിലൊരിക്കൽ തുക എന്ന നിലയിലേക്കായിരുന്നു ധാരണ. ആദ്യ ഗഡുവായി നൽകേണ്ടിയിരുന്നത് 11.79 കോടിയാണ്. ധാരണാപത്രത്തിൽ പിഴവുണ്ട് എന്ന് മന്ത്രിസഭാ യോഗം വിലയിരുത്തി ഉപകരാർ വെച്ച് പണം നൽകാൻ പിന്നീട് സർക്കാർ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഉപകരാറിനെ കുറിച്ച് ഇതുവരെ തീരുമാനമായില്ല. ഇതിനിടെ ക്യാമറ പദ്ധതിയിൽ വൻ അഴിമതി ആരോപണം ഉയർന്നു. പ്രതിപക്ഷം കോടതിയെയും സമീപിച്ചു. സെപ്റ്റംബറിൽ കെൽട്രോണിന് ആദ്യ ഗഡു നൽകാൻ ഹൈക്കോടതി അനുമതി നൽകി. പക്ഷേ ഇതുവരെ 1 രൂപ പോലും സർക്കാർ കെൽട്രോണിന് നൽകിയില്ല. ഈ സാഹചര്യത്തിലാണ് കെൽട്രോൺ കടിപ്പിക്കുന്നത്. 140 സ്റ്റാഫിനുള്ള ശമ്പളത്തിനും കൺട്രോൾ റൂമിനും പ്രവർത്തനത്തിനും ചെല്ലാൻ പ്രിന്റിങ്ങിനുമായി പണം സ്വന്തമായി നൽകാനാണ് കൊടുത്തത്. ഉടൻ പണം നൽകിയില്ല എങ്കിൽ കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം തന്നെ മുന്നോട്ട് പോകാനാകില്ല എന്നുമാണ് കെൽട്രോൺ സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത്. മറ്റ് പദ്ധതികളിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ചാണ് ക്യാമറ പദ്ധതിയുടെ നടത്തിപ്പെന്നും കെൽട്രോൺ പറയുന്നു. കെൽട്രോൺ പണം ആവശ്യപ്പെടുമ്പോൾ ആദ്യ ഗഡു തന്നെ കുറയ്ക്കാനുള്ള നീക്കവും ഗതാഗത വകുപ്പിനുണ്ട്. 726 ക്യാമറയുടെ പദ്ധതിയിൽ 692 എണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നും അതനുസരിച്ച് 9.39 കോടി മതിയെന്നുമാണ് 1 മാസം മുൻപ് വകുപ്പിന് കീഴിലെ ഉന്നതാധികാര സമിതി ശുപാർശ ചെയ്തത്. ഇതിലും സർക്കാർ തീരുമാനമെടുത്തില്ല. പുതിയ ഗതാഗത മന്ത്രിക്ക് മുന്നിലെ പ്രധാന വെല്ലുവിളിയാണ് AI ക്യാമറ. ഗണേശൻ ജനങ്ങളുടെ ഇംഗിതമനുസരിച്ച് പെരുമാറുന്ന ഗതാഗത മന്ത്രി കൂടിയാണ്. മുമ്പ് അദ്ദേഹം UDF സർക്കാരിൽ മന്ത്രിയായിരിക്കുമ്പോൾ ഗതാഗത വകുപ്പിനെ കുറിച്ച് ആർക്കും പരാതി ഉണ്ടായിരുന്നില്ല. ദീർഘകാലം കേരളത്തിന്റെ ഗതാഗത മന്ത്രിയായിരുന്ന R ബാലകൃഷ്ണപിള്ളയെ പോലെ ഗണേശനും സ്റ്റിയറിംഗ് തിരിക്കുന്നതിന്റെ താളം ഹൃദയമാണ്. ജീവനക്കാരെയും ജനങ്ങളെയും പിണക്കാതെയാണ് എക്കാലവും അദ്ദേഹം മന്ത്രിസ്ഥാനം വഹിച്ചിരുന്നത്. അദ്ദേഹം പോയ വാക്കത്തി പോലെ സംസാരിക്കുകയില്ല. ഒരു കേരള കോൺഗ്രസുകാരന്റെ മെയ്വഴക്കം എക്കാലത്തും ഗണേശനുണ്ട്. ആന്റണി രാജുവിന്റെ അധിക പ്രസംഗങ്ങൾ കേട്ട് മടുത്ത മലയാളികൾക്ക് ഗണേശൻ ഒരു പുതിയ അനുഭവമായിരിക്കും.